ബിജെപിയുടെ അടുക്കളയിലെ വിഭവങ്ങൾ വിൽക്കാനുള്ള കൗണ്ടറായി സിപിഐഎം മാറിയെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എംപി. പാണക്കാട് തങ്ങളെ സിപിഎം ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ബിജെപിയെ സഹായിക്കാനാണെന്നും കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുത്ത പത്രങ്ങൾക്ക് മാത്രം സിപിഐഎം പരസ്യം നൽകിയത് ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. ന്യൂനപക്ഷ വോട്ടുകൾ യുഡിഎഫിലേക്ക് വരുന്നത് തടയാൻ വേണ്ടിയുള്ള ബിജെപിയുടെ ആഗ്രഹമനുസരിച്ചാണ് സിപിഎം പരസ്യം നൽകിയത്. ബിജെപിക്ക് ജയിക്കാനുള്ള പരസ്യ ഒത്താശ നടത്തുന്നത് സിപിഐ അംഗീകരിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തൊരു ലജ്ജാകരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത്. അവിടെ സ്വീകരിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുന്ന തടയാൻ, യുഡിഎഫിലേക്ക് വരുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള ബിജെപിയുടെ ആഗ്രഹം നടത്തി കൊടുക്കുകയായിരുന്നു ഇന്നലെ ചെയ്തത്. അവർക്ക് ജയിക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ യുഡിഎഫിൻ്റെ വോട്ടുകൾ കുറക്കണം. ആ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ബിജെപിയുടെ ആഗ്രഹം അനുസരിച്ച് സിപിഎം പരസ്യം കൊടുത്തത്. ഇത് സിപിഐ അംഗീകരിക്കുന്നുണ്ടോ? എനിക്കറിയാൻ ചോദിക്കാനുള്ള കാര്യം അതുമാണ്. ഈ സിപിഐക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു രാഷ്ട്രീയം? ബിജെപിക്ക് ജയം ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്യ ഒത്താശ ചെയ്തു കൊടുക്കുക. ഞാൻ പറയാറുള്ളത് പോലെ ബിജെപിയുടെ അടുക്കളയിൽ വിൽക്കുന്ന വിഭവങ്ങൾ വിൽക്കാനുള്ള കൗണ്ടറായിട്ട് സിപിഎം മാറിയിരിക്കുകയാണ് അവിടെ. കേരളത്തിലെ മുനമ്പം വിഷയം മണിപ്പൂരാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അവിടെ താമസിക്കുന്നവർക്ക് നിയമപരമായ അവകാശം കിട്ടണം. ഈ ആശങ്ക പരിഹരിക്കേണ്ട സർക്കാർ ഒരു മാസം മിണ്ടാതിരുന്നു. പരിഹരിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ പാണക്കാട് തങ്ങളെ അഭിനന്ദിക്കുന്നതിന് പകരം ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നത് ബിജെപിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്നും കെ.സി. വേണുഗോപാൽ കുറ്റപ്പെടുത്തി. നമ്മൾ കണ്ടതാണ് മുനമ്പം കേരളത്തിൽ ഒരു മണിപ്പൂരാക്കാൻ വേണ്ടി ചിലർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. മുനമ്പം ഉപയോഗിച്ചുകൊണ്ട് മുനമ്പത്തിൽ സാധാരണക്കാരായ അയാളുടെ താമസ സ്ഥലത്ത് അവർക്ക് നിയമപരമായ അധികാരം കിട്ടണമെന്നുള്ളത് നമ്മുടെ എല്ലാ ആഗ്രഹമാണ്. അവരുടെ ആശങ്ക ഉയർത്തുന്നത് സ്വാഭാവികമാണ്. അവരുടെ ആശങ്ക ഉയർത്തുന്നത് ഒരു നോട്ടീസ് പോയപ്പോൾ അവർക്ക് ആശങ്ക ഉണ്ടാവും. ആ ആശങ്ക പരിഹരിക്കേണ്ട ഗവൺമെൻറ് അത് മിണ്ടാതിരുന്നു ഒരു മാസക്കാലം. ഇത് പരിഹരിക്കാൻ വേണ്ടി പാണക്കാട് തങ്ങൾ മുൻകൈ എടുത്ത് മുസ്ലിം സംഘടനകളെ വിളിച്ചു കൂട്ടിയിട്ട് അവർ പറഞ്ഞു അവിടെ താമസിക്കുന്ന ആളുകൾക്ക് നിയമപരമായ പരിരക്ഷ കൊടുക്കാൻ ഗവൺമെൻറ് ഇടപെടണം, ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങളെ സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്, തങ്ങളെ അഭിനന്ദിക്കല്ലേ വേണ്ടത്. സന്ദീപ് വാര്യർ ബിജെപിയിൽ നിന്നാണ് രാജിവെച്ചത്. അവർക്കില്ലാത്ത സങ്കടമാണ് സിപിഎമ്മിനുള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിച്ച് കേരളത്തിൽ സീപ്ലെയിൻ പദ്ധതി നടപ്പാക്കുന്നതിൽ എതിർപ്പില്ല. അവരുടെ ജീവനോപാധികളെ ബാധിക്കാത്ത വിധം ക്രമീകരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുറക്കാട് പഞ്ചായത്തിലെ പായൽകുളങ്ങരയിൽ ഉയരപ്പാതയോ അടിപ്പാതയോ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നിൽപ്പ് സമരം നടത്തി. സാധാരണക്കാരായ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കിലോമീറ്ററുകളോളം തടഞ്ഞുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുറക്കാട് പഞ്ചായത്തിൽ നടക്കുന്നതെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ വളരെ കുറച്ചകലത്തിൽ അടിപ്പാതകൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ പുറക്കാട് പഞ്ചായത്തിൽ 4.5 5 കിലോമീറ്റർ അകലത്തിൽ 2 അടിപ്പാതകൾ മാത്രമാണ് നിർമ്മിക്കുന്നതെന്ന് ഇവർ പറയുന്നു. ഇത് തീരദേശ പഞ്ചായത്തിനോടുള്ള വിവേചനമാണെന്നാരോപിച്ചാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ നിൽപ്പ് സമരം നടത്തിയത്. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് A.S. സുദർശനൻ സമരം ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശമാണ് പുറക്കാട്. 9-10 കിലോമീറ്ററുള്ള പുറക്കാട് ഗ്രാമപഞ്ചായത്ത് കടലും കായലും ദേശീയപാതയും 200 മുതൽ 500 മീറ്ററിനുള്ളിലാണ്. കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്തൊരു പ്രത്യേകത. റിബൺ പോലെയുള്ള ഈ പഞ്ചായത്ത് പ്രദേശം 9-10 കിലോമീറ്ററാണ്. 10 വാർഡുകൾ കടൽ തീരത്തിന് സമീപവും 8 വാർഡുകൾ ദേശീയപാതയ്ക്ക് കിഴക്കുഭാഗത്തുമായുള്ള പ്രദേശം. ദുരന്ത നിവാരണമായി ഇന്ത്യ ഗവൺമെന്റ് അടയാളപ്പെടുത്തിയിട്ടുള്ള ജില്ലകളിലൊന്ന് കടലോര ജില്ലയായ ആലപ്പുഴയാണ്. ആ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ തന്നെ ഇനിയും ഒരു സുനാമി പോലുള്ള ഒരു ദുരന്തമുണ്ടായാൽ ഇപ്പോഴുള്ള ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി തീർത്തിരിക്കുന്ന ബാരിക്കേഡുകൾ, വൺ മതിൽ പോലെ തീർത്തിട്ടുള്ള ബാരിക്കേഡുകൾ ഈ 9.5 കിലോമീറ്ററിനുള്ളിൽ ശാസ്ത്രീയമായ രീതിയിൽ 2 അടിപ്പാതകൾ മാത്രമാണ്. ജനകീയ സമിതി കൺവീനർ M.T. മധു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V.S. മായാദേവി,
ജനകീയ സമിതി വൈസ് പ്രസിഡന്റ് ജി ഓമനക്കുട്ടൻ, കെ സജീവൻ, കെ ഉത്തമൻ, പി ബാബു, ജി പ്രിയൻ, ഫാസിൽ പുറക്കാട്, എം ശ്രീദേവി, എം ഒ ജമാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ പ്രദേശം സന്ദർശിക്കണമെന്നും പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് 10,000 പേർ ഒപ്പിട്ട ഭീമഹർജിയും ജനകീയ സമിതി സമർപ്പിച്ചു. കുട്ടനാട്ടിൽ വേലിയേറ്റം മൂലം വെള്ളപ്പൊക്കവും മടവീഴ്ചയും സംഭവിക്കാതിരിക്കാൻ തണ്ണീർമുക്കം ബണ്ടിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്ന് കർഷക കോൺഗ്രസ്. സംഘടന എടത്തുവ മണ്ഡലം കൺവെൻഷനിലാണ് ഭാരവാഹികൾ ഈ ആവശ്യം ഉന്നയിച്ചത്. മടവീഴ്ചയിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ വേലിയേറ്റ സമയത്ത് തണ്ണീർമുക്കം ഷട്ടറുകൾ താഴ്ത്തുകയും വേലിയിറക്ക സമയത്ത് ഷട്ടർ ഉയർത്തുന്നതിനുമുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടവും കൃഷിവകുപ്പും നടപ്പാക്കണമെന്ന് കർഷക കോൺഗ്രസ് എടത്തുവ മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി സൂരജ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി സിബി ജോസഫ് മൂലംകുന്നം, VK സേവ്യർ, ആന്റണി കണ്ണംകുളം, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് കാട്ടുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ KSRTC ബസ് സ്റ്റേഷനുകളിൽ നവംബർ 24-ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം. കോട്ടയം, ചങ്ങനാശ്ശേരി, പൊൻകുന്നം, എരുമേലി, ഈരാറ്റുപേട്ട, പാല, വൈക്കം KSRTC സ്റ്റേഷനുകളിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തുക. സംസ്ഥാന തലത്തിൽ ഹരിത കേരളം മിഷനും KSRTCയുമായി നടത്തിയ ചർച്ചയിലാണ് ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 75 ഡിപ്പോകളിൽ മെഗാ ശുചീകരണ യജ്ഞം നടത്താൻ തീരുമാനിച്ചത്. ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും സഹകരണത്തോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ശുചീകരണ യജ്ഞം. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 18 സ്റ്റേഷനുകളിൽ ഖര-ദ്രവ മാലിന്യ സംസ്കരണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഹരിത KSRTC സ്റ്റേഷനുകളായി മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ കോട്ടയം ബസ് സ്റ്റേഷനാണ് ഹരിത സ്റ്റേഷനായി മാറുക. ചങ്ങനാശ്ശേരി മാടപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സാധാരണക്കാരായ നിരവധി ആൾക്കാർ ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നു എന്ന നിലയ്ക്കാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നതെന്ന് പൊതുപ്രവർത്തകനായ ബാബു കുട്ടഞ്ചിറ KCB ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. മാടപ്പള്ളി, തൃക്കൊടിത്താനം, കറുകച്ചാൽ പഞ്ചായത്തുകളുടെ ചില വാർഡുകളും പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം പഞ്ചായത്തിലെ വള്ളോക്കുന്ന് പ്രദേശവും ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ അതിർത്തി പ്രദേശങ്ങളാണ്. ഈ ഭാഗങ്ങളിൽ നിന്നും സാധാരണക്കാരായ 100 കണക്കിന് ആളുകളാണ് ആരോഗ്യ കേന്ദ്രത്തെ ദിനംപ്രതി ആശ്രയിക്കുന്നതെന്ന് ബാബു കുട്ടഞ്ചിറ പറഞ്ഞു. മാടപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സിക്കണമെന്ന നാട്ടുകാരുടെ നിരന്തരമായ ഒരു ആവശ്യമാണ്. അധികാരികൾ അതനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിനനുസരിച്ചുള്ള കെട്ടിടങ്ങളൊക്കെ പണിയുകയും വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ നാളിതുവരെ കിടത്തി ചികിത്സ ഇവിടെ ആയിട്ടില്ല. മാടപ്പള്ളി, തൃക്കടിത്താനം, കുന്നന്താനം പഞ്ചായത്തിലെ 1-2 വാർഡുകൾ, അതുപോലെ തന്നെ കറുകച്ചാൽ പഞ്ചായത്തിലെ 1-2 വാർഡുകളിൽ പെട്ട ആളുകൾ ഈ ആശുപത്രിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അവർക്ക് മറ്റു വിദൂരങ്ങളിലേക്ക് പോകാതെ പ്രാഥമികമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇവിടെ കിടത്തി ചികിത്സ ഉണ്ടെങ്കിൽ അത് ഈ നാട്ടിലൊരു പ്രധാന കാര്യമായിരിക്കും. അതുകൊണ്ട് അധികാരികൾ ഇവിടെ ഈ കെട്ടിടങ്ങളുടെ സൗകര്യങ്ങളും വർദ്ധിപ്പിച്ച് മറ്റ് സെക്യൂരിറ്റി സൗകര്യങ്ങളും നൈറ്റ് ഷിഫ്റ്റുകളുമൊക്കെ ക്രമീകരണം നടത്തി കിടത്തി ചികിത്സ നടത്തുവാനുള്ള ഉത്തരവാദിത്വം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. നിലവിൽ കിടത്തി ചികിത്സ ആവശ്യമുള്ളവരെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ചങ്ങനാശ്ശേരി, തിരുവല്ല എന്നിവിടങ്ങളിലെ ഗവൺമെൻറ് ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലുമാണ് പ്രവേശിപ്പിക്കുന്നത്. മുൻപ് കറുകച്ചാൽ ഗവൺമെൻറ് ആശുപത്രിയിലേക്കും ആളുകൾ പോയിരുന്നെങ്കിലും അവിടെ കിടത്തി ചികിത്സ നിലച്ചത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5 വരെയാണ് ആരോഗ്യ കേന്ദ്രത്തിൽ സേവനം. 24 മണിക്കൂറും സേവനമില്ലാത്തതിനാൽ രാത്രി അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആളുകൾ കൂടുതൽ പ്രയാസം നേരിടുകയാണ്. മാടപ്പള്ളി ആരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഫാർമസി ബ്ലോക്ക് കിടത്തി ചികിത്സ കൂടി ലക്ഷ്യമിട്ടാണ് അന്ന് നിർമ്മിച്ചത്. 4 ഡോക്ടർമാരാണ് ആരോഗ്യ കേന്ദ്രത്തിലുള്ളത്. 2 പേർ അവധിയെടുത്തതിനാൽ നിലവിൽ 2 പേരുടെ സേവനമാണ് ലഭിക്കുന്നത്. പ്രാഥമിക ശുശ്രൂഷകൾ, OP, ലബോറട്ടറി, ഫാർമസി, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, ഗർഭിണികൾക്കുള്ള പരിചരണം, കുഞ്ഞുങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ് തുടങ്ങിയവയെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. കിടത്തി ചികിത്സ നടപ്പാക്കണമെങ്കിൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ജീവനക്കാരുടെ സേവനവും കൂടുതൽ ആവശ്യമായി വരും.
ഡോക്ടർമാരുടെ പരിശോധനാ മുറികൾക്കും റെക്കോർഡ് റൂമുകൾക്കും മതിയായ സൗകര്യവുമില്ല. പഴയ കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പഴയ കെട്ടിടം നവീകരിച്ച് കിടത്തി ചികിത്സ കൂടി നടപ്പാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ മൂർത്തിട്ട മുക്കാത്താരി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മാന്നാർ പൗരാധ്വനിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇലമ്പനം തോട് ശുചീകരിക്കുക, കാർഷിക മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. കർഷക തൊഴിലാളികളടങ്ങുന്ന പാവപ്പെട്ട പാവമായ മൂർത്തിട്ട മുക്കാത്താരി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാന്നാർ തൃക്കുരട്ടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ മാന്നാറിലെ മുതിർന്ന പൗരൻ ഡോക്ടർ ചൈതന്യ ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. വികസനം ഉണ്ടായിട്ടില്ല നമ്മൾ പറയുന്നില്ല, 80 വർഷത്തെ വികസനം എനിക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ജനം കൂടി, കെട്ടിടങ്ങൾ കൂടി, പ്രവർത്തനങ്ങൾ കൂടി, വ്യവസായങ്ങൾ കൂടി, കച്ചവടങ്ങൾ കൂടി, ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാന്നാറിലെ റോഡുകൾ വികസിച്ചെങ്കിലൊക്കെ തോന്നും. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വാസ്തവത്തിൽ പഞ്ചായത്തിന് വരവുണ്ട്, പഞ്ചായത്തിന് വരവുണ്ട്, ഒത്തിരി അധികാരങ്ങളുണ്ട്. പണ്ട് 80 വർഷത്തിന് മുമ്പ് പഞ്ചായത്തിലേക്ക് ഒരു കാര്യത്തിന് പോകേണ്ട കാര്യമില്ലായിരുന്നു. ഇന്നതല്ല, എന്തൊരു ചെറിയ കാര്യത്തിന് പോലും നമുക്ക് പഞ്ചായത്തിനെ സമീപിച്ചു നോക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിന് വളരെയേറെ അധികാരമുണ്ട്. ആ അധികാരം നല്ലത് തന്നെ, പക്ഷെ അതുപോലെ തന്നെ അധികാരത്തോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ട സേവനം കൂടി ചെയ്യണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. മാന്നാർ പൗരധ്വനി ചെയർമാൻ അലക്സ് അരികുപുറം പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷനായി. സെക്രട്ടറി സുധീർ എലവൻസ്, വർക്കിംഗ് ചെയർമാൻ MP സുരേഷ് കുമാർ, കോർഡിനേറ്റർ PB ഹാരിസ്, ട്രഷറർ ഷബീർ അബ്ബാസ്, ഭാരവാഹികളായ സുരേഷ് ബാബു, സഹായി ബഷീർ, സുധീർ എരമത്തൂർ, നിസാർ കുരട്ടിക്കാട്, ശോഭനകുമാരി, ബിമൽജി തുടങ്ങിയവർ പങ്കെടുത്തു. വള്ളംകളി മത്സരത്തിൽ പ്രധാനിയാണ് ഒന്നാം തുഴക്കാരൻ. നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മികച്ച ഒന്നാം തുഴക്കാരനായ വരുൺ ശർമ്മയ്ക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷയും പുരസ്കാരമായി ലഭിച്ചിരിക്കുന്നു. ആലപ്പുഴ പാതിരപ്പള്ളി AAA മോട്ടോഴ്സ് പ്രഖ്യാപിച്ച അവാർഡാണ് വരുൺ ശർമ്മയെ തേടിയെത്തിയത്. ആരാണ് ഇവിടെ വിജയിക്കുക? 2024 നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കിരീടം ചൂടുന്ന ചുണ്ടന്റെ ഒന്നാം തുഴക്കാരന് ഇലക്ട്രിക് ഓട്ടോ സമ്മാനമായി നൽകുമെന്ന് മഹീന്ദ്രയുടെ 3-വീലർ 4-വീലർ ഷോറൂമായ ആലപ്പുഴ പാതിരപ്പള്ളി AAA മോട്ടോഴ്സ് MD വിൻസെന്റ് വർക്കി പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനമാണ് ബുധനാഴ്ച ആലപ്പുഴ കളക്ട്രേറ്റിൽ യാഥാർത്ഥ്യമായത്. ഈ വർഷം നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തുഴഞ്ഞ് കാരിച്ചാൽ ചുണ്ടന്റെ ഒന്നാം തുഴക്കാരനായ പള്ളാത്തുരുത്തി സ്വദേശി വരുൺ ശർമ്മ ഓട്ടോറിക്ഷ ഏറ്റുവാങ്ങി. ഇതിന്റെ ഒന്നാം തുഴക്കാരനും പ്രത്യേകതയുണ്ട്. 4 തവണ തുടർച്ചയായിട്ട് ഒന്നാം തുഴക്കാരനായി. അതുപോലെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനെ 5 തവണ ഒന്നാം സ്ഥാനത്ത് എത്തിച്ച് ചരിത്രത്തിൽ ഇടം നേടി. ഏറ്റവും അവസാനത്തെ, അതായത് 2024 നെഹ്റു ട്രോഫി ബോട്ട് റേസ്, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഞ്ചോടിഞ്ച് എന്നുള്ളത് മാറി ഫ്രാക്ഷൻ ഓഫ് മില്ലിമീറ്റർ ആ ലെവലിലേക്ക്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആ നിശ്ചിത സമയത്തിനകത്ത് ഉള്ളിൽ കൊണ്ടുവന്ന് അതിന് ഒന്നാം തുഴക്കാരനാണ് പ്രധാന പങ്കുവഹിച്ചതിന് ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ ആ ടൈമിംഗ് കൃത്യമാക്കുന്നു. വേറെ പ്രാധാന്യം ഒന്നാം തുഴക്കാരുണ്ട്. കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ കളക്ടർ അലക്സ് വർഗീസിന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ C പ്രേംജി താക്കോൽദാനം നിർവഹിച്ചു. RTO AK ദിലു ഡോക്യുമെന്റ് കൈമാറി. AAA മോട്ടോഴ്സ് ജനറൽ മാനേജർ ജയ്മൽ കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. പ്രശസ്ത നാടക ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് മുഖ്യ അതിഥിയായി. MD വിൻസെന്റ് വർക്കി, മഹീന്ദ്ര ഏരിയ മാനേജർമാരായ അജിത് കുമാർ, രാജേഷ് പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. ക്രോസ് ചെയ്ത് നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ
അവസരവും ലഭിച്ച ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു യുവാവാണ്. നിരവധി വള്ളംകളി പ്രേമികളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ മത്സര വള്ളംകളി രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ചമ്പക്കുളം പുല്ലങ്കടി കിളിയൻവേലിൽ കുടുംബാംഗമാണ് ത്രിപിൾ എ മോട്ടോഴ്സ് MD വിൻസെന്റ് വർക്കി. അർജുന അവാർഡ് ജേതാവ് ജോൺസൺ വർഗീസ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവ് വിൽസൺ വർഗീസ് എന്നിവർ വിൻസെന്റ് വർക്കിയുടെ സഹോദരങ്ങളാണ്. ത്രിപിൾ എ മോട്ടോഴ്സിന്റെ പുതിയ ഷോറൂം മാവേലിക്കര കരിപ്പുഴ ജംഗ്ഷനിൽ ഡിസംബർ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് MD അറിയിച്ചു. BJP ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ MV ഗോപകുമാറിന്റെ പിതാവ് മുത്തേടത്ത് N വാസുദേവ പണിക്കർ നിര്യാതനായി. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രി 8:30 പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു വാസുദേവ പണിക്കരുടെ നിര്യാണം. സംസ്കാരം നവംബർ 21 വ്യാഴാഴ്ച രാവിലെ 11:30 ചെങ്ങന്നൂർ പാണ്ടനാട് മുതവഴി മൂത്തേടത്ത് വീട്ടുവളപ്പിൽ നടത്തും. പാണ്ടനാട് ഗ്രാമപഞ്ചായത്ത് അംഗം MV വിജയകുമാർ, സഹജ എന്നിവരാണ് മറ്റു മക്കൾ. ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും 25.83 ലക്ഷം രൂപ ചെലവഴിച്ച് തലവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. നവീകരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു നിർവഹിച്ചു. സ്കൂൾ പരിസരം ഇന്റർലോക്കിംഗ്, കെട്ടിട അറ്റകുറ്റപ്പണി, റൂഫിംഗ്, സീലിംഗ്, പെയിന്റിംഗ്, ഇലക്ട്രിക്കൽ വർക്കുകൾ എന്നിവയാണ് നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയത്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ അധ്യക്ഷയായിരുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ R സിന്ധു മുഖ്യപ്രഭാഷണം നടത്തി. ഇങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിച്ചാൽ നല്ല നിലയിൽ നമുക്ക് എത്താൻ സാധിക്കുമോ, ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ പഠിക്കണമെന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവാം. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ തലവടി മോഡൽ UP സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം 1981 മുതൽ 84 വരെ ഞാൻ ഈ തലവടി ഹൈസ്കൂളിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിച്ചു. 84-ലാണ് ഞാൻ SSLC പാസ്സായത്. അന്ന് ഞാൻ സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് കോട്ടയത്ത് ആണ് പഠിച്ചത്. PG വരെ കോട്ടയത്ത് പഠിച്ചു. കോട്ടയത്ത് പഠിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് ജോലിയായി, പെട്ടെന്ന് തന്നെ ജോലിയായി. ഭാഗ്യവശാൽ ഒരു 31 വർഷം 1993 മുതൽ ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്നു. അതിനിടയ്ക്ക് ഞാൻ PSCയുടെ പരീക്ഷ എഴുതി എനിക്ക് കോളേജിൽ ജോലി കിട്ടിയതാണ്. ഗവൺമെൻറ് ചിറ്റൂർ കോളേജിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നതാണ്. പക്ഷെ ഞാൻ പോയില്ല. എനിക്ക് അന്നത്തെ കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് മുതൽ VHSCയിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയും VHSC ഈ വർഷം കൂടിയുള്ള നിർത്തുകയാണ്. ഞാൻ അപ്പം പറയുന്നവരോടെല്ലാം പറയാറുണ്ട്, അങ്ങനെ ഒരു കാര്യമില്ല. യോഗത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ PR സുജ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ E സാജിദ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക S സിന്ധു, PV രവീന്ദ്രനാഥ്, ജോമോൻ ജോസഫ്, T സ്നേഹ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഭൗതിക സാഹചര്യങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ടീച്ചറുകൾക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സാറുമാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ വെള്ളക്കണ്ട് മുതൽ ഇവിടെ വരെയുള്ള റോഡിന്റെ പ്രശ്നമാണ്. ആ പ്രശ്നം മനസ്സിലാക്കി അതുകൊണ്ട് 20 ലക്ഷം രൂപ മേളിൽ ആ സ്കൂള് ആ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചെയ്ത്. ലഹരിക്കെതിരെയുള്ള പ്രയാണം എന്ന മുദ്രാവാക്യവുമായി ചങ്ങനാശ്ശേരി സർഗക്ഷേത്ര സ്പോർട്സ് ആൻഡ് വെൽനസ് ഫോറം സംഘടിപ്പിക്കുന്ന മാരത്തൺ സീസൺ 3 നവംബർ 24 നടക്കും. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അങ്ങ് നൈജീരിയ മുതൽ ഇങ്ങ് ചങ്ങനാശ്ശേരി വരെയുള്ള ആളുകളാണ് ഇത്തവണ നമ്മളുടെ ഈ മാരത്തണിൽ പങ്കെടുക്കാൻ വരുന്നത്. കാരണം ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മളുടെ ഈ മാരത്തൺ ഇത്തവണ ഉയർന്നതുകൊണ്ട് നൈജീരിയയിൽ നിന്ന് വരെ ഇത്തവണ പാർട്ടിസിപ്പേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാംഗ്ലൂർ, ഡൽഹി, ചെന്നൈ ഇങ്ങനെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും സിറ്റികളിൽ നിന്നുമൊക്കെ നമുക്ക് ഇത്തവണ മാരത്തൺ ആളുകളെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വർഷത്തെ പ്രത്യേകത ഒന്ന് കുട്ടികളെ കൂടുതൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കുട്ടികൾക്ക് സമ്മാനം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ മാരത്തണിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊരു തുടക്കമാണ്. കിഡ്സ് റേസ് ആണ് നമ്മൾ ഇത്തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നവംബർ 24 രാവിലെ 5 ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കുരിശുമൂട് റെയിൽവേ ബൈപ്പാസ് ജംഗ്ഷൻ വഴി ലായിക്കാടെത്തി അവിടെ നിന്ന് തിരിച്ച് റെയിൽവേ ബൈപ്പാസിലൂടെ പാലാത്ര ചിറയിലെത്തി തുരുത്തി അഞ്ചൽക്കുറ്റി വരെ പോയി തിരികെ റെയിൽവേ ബൈപ്പാസ് ജംഗ്ഷൻ വഴി കോളേജ് ഗ്രൗണ്ടിലെത്തി 21 കിലോമീറ്റർ പിന്നിടുന്നതാണ് മാരത്തോൺ.
രാവിലെ 5:30 10 കിലോമീറ്റർ മാരത്തൺ ക്രിസ്തുജ്യോതി കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കുരിശുംമൂട് റെയിൽവേ ബൈപ്പാസ് ജംഗ്ഷൻ വഴി ലൈക്കാട്ടെത്തി തിരികെ ക്രിസ്തുജ്യോതി ഗ്രൗണ്ടിൽ സമാപിക്കും. 3 കിലോമീറ്റർ ഫൺ റൺ ക്രിസ്തുജ്യോതി കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് കുരിശുംമൂട് വഴി വലിയ കുളത്തെത്തി അവിടെ നിന്ന് തിരിച്ച് ചെത്തിപ്പുഴ ക്രിസ്തുജ്യോതി കോളേജ് ഗ്രൗണ്ടിൽ സമാപിക്കും. രാവിലെ 7:30 കിഡ്സ് റേസ് ആരംഭിക്കും. ക്രിസ്തുജ്യോതി കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് ആറ്റുവാക്കരി ജംഗ്ഷൻ വരെ പോയി തിരികെ കോളേജ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുന്നതാണ് കിഡ്സ് റേസ്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, അഡ്വക്കേറ്റ് ജോ മൈക്കൽ MLA, ക്രിസ്തുജ്യോതി കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോഷി ചീരാങ്കുഴി, ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജെയിംസ് പി കുന്നത്ത് തുടങ്ങിയവർ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുക്കും. മാരത്തണിനോടനുബന്ധിച്ച് സർഗക്ഷേത്ര നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനം സമ്മാനദാന ചടങ്ങിൽ നിർവഹിക്കും. മാരത്തണിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടികൾ വിവിധ സ്ഥാപനങ്ങളിലായി സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സർഗക്ഷേത്ര ഡയറക്ടർ ഫാദർ അലക്സ് പ്രായിക്കളം, ചെയർമാൻ സിബിച്ചൻ തരകൻപറമ്പിൽ, സർഗക്ഷേത്ര കൺവീനർ ജിജി ജോർജ്, സെക്രട്ടറി വർഗീസ് ആന്റണി, തോമസ് കുട്ടി തേവലക്കര, ജോസഫ് കുട്ടി CA, ജേക്കബ് VG തുടങ്ങിയവർ പങ്കെടുത്തു. മങ്കമ്പ് YMPAC ഗ്രന്ഥശാല വാർഷികവും ശിശുദിനാഘോഷവും പുളിങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് SR അയ്യപ്പ പ്രസാദ് ശാസ്തമംഗലം അധ്യക്ഷത വഹിച്ചു. പുളിങ്ങുന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പത്മകുമാർ മനോജ് രാമമന്ദിരം സ്കോളർഷിപ്പ് വിതരണവും സമ്മാന വിതരണവും നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനൻ പിള്ള, മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക പ്രമീള ദേവി, മങ്കൊമ്പ് ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക എൽസമ്മ ദേവസ്യ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ജിൻസി തോമസ്, ഗ്രന്ഥശാല സെക്രട്ടറി ആതിര M കുമാർ, ലിനു ജോസഫ്, C രമേശ്, K വിക്രമൻ പ്രണവം, പ്രിയദർശിനി വിക്രമൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. മങ്കൊമ്പിലെ സ്കൂളുകളിൽ നിന്ന് 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ മികച്ച വിജയം നേടിയവർക്ക് സ്കോളർഷിപ്പും നൽകി. ബാലവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു ശിശുദിന റാലി. മാന്നാറിലെ പൊതുപ്രവർത്തകനായിരുന്ന TS ശിവനാചാര്യയുടെ 8ാമത് ചരമവാർഷികം ആചരിച്ചു. മാന്നാർ പഞ്ചായത്ത് 8ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടികൾ. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വത്സല ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുരളി ഈരാശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഹരികുമാർ ആര്യമംഗലം, ഹരി കൂട്ടമ്പേരൂർ, രാജേന്ദ്രൻ ഏനാത്ത്, അനിൽ മാന്തറ, നിസാർ കുരട്ടിക്കാട്, TC നടരാജൻ, G മോഹനൻ, TS രാജൻ, ഗീതാ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും INTUC മെറ്റൽ വർക്കേഴ്സ് യൂണിയൻ സ്ഥാപക നേതാവുമായിരുന്നു TS ശിവനാചാരി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന കുന്നന്താനം അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9459999688 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തിരുവല്ല കുന്നന്താനത്ത് പ്രവർത്തിക്കുന്ന അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 10ാം ക്ലാസ് വിജയവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ 12ാം ക്ലാസ് വിജയമാണ് യോഗ്യത. 6 മാസത്തെ കോഴ്സായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9459999688 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മല്ലപ്പള്ളി കെൽട്രോൺ സെന്ററിൽ PGDCA, DCA, വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഓഫീസ് ഓട്ടോമേഷൻ, ഓട്ടോകാഡ്, അഡ്വാൻസ്ഡ് ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 8281905525 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 7085 രൂപ.
പവന് 56,680 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.